ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ CM തന്നെ ഏൽപ്പിച്ച ഫയൽ കാണാതായ വിവരം സിദ്ധാർത്ഥനെ അറിയിക്കുന്നുണ്ട് ദേവിക. പിന്നീട് ശാരിയയ്ക്ക് മറ്റൊരു പ്രണയമുണ്ടെന്ന് മുരളിയിൽ നിന്നറിയുന്ന ഭാർഗവിക്കും ഗൗരിക്കും അതൊരു വലിയ ഷോക്ക് തന്നെയാവുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ശാരികയോട് 2 വാക്ക് ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്ന ഭാർഗവിയെ മുരളിയും ഗൗരിയും തടയുന്നുണ്ട്. പിന്നീട് ഇസബെല്ലയെ കാണാനെത്തുന്ന നന്ദൻ ഫയൽ ബെല്ലയെ ഏൽപ്പിക്കുമ്പോൾ ബെല്ലയാണെങ്കിൽ നന്ദനോട് പരിധി വിട്ട് പെരുമാറാൻ തുടങ്ങുമ്പോൾ നന്ദനാകെ വല്ലാതാകുകയും ദേവി ഒരു പാവമാണ്, ഞാൻ ദേവികയെ മറിച്ച് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അവൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവൾ എനിക്ക് വേണ്ടിയും എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ തന്നെ ഇമോഷണൽ ആകുന്നുണ്ട് നന്ദൻ. ബെല്ലയാണെങ്കിൽ ആ ഫയൽ ഒന്ന് മറിച്ചു നോക്കിയതിന് ശേഷം ഫയൽ നന്ദനെ തന്നെ സൂക്ഷിക്കാനായിട്ട് തിരിച്ചേൽപ്പിക്കുന്നു. ഇതേസമയം അവിടേക്ക് പാപ്പനും കെവിനും വരുന്നുണ്ട്. തുടർന്ന് നന്ദൻ ഫയൽ ഏൽപ്പിച്ച കാര്യമെല്ലാം ഇസബെല്ല പാപ്പനെയും കെവിനെയും അറിയിക്കുന്നു. പിന്നീട് നന്ദൻ കേൾക്കാതെ ഇസബെല്ല പറയുന്നുണ്ട്, ഏതായാലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് തന്നെ വന്നെത്തിയെന്നും എന്നെ ഒഴിവാക്കി പോകാൻ അവന് പറ്റാത്ത വിധത്തിൽ അവനെ ഞാൻ പൂട്ടും പാപ്പ. ഇനി ഫയലിൻ്റെ ഒരു അന്വേഷണം വന്നു എന്നിരിക്കട്ടെ, കുടുങ്ങുന്നത് നമ്മളായിരിക്കില്ല, അവൻ തന്നെയായിരിക്കും. ദേവികയെ മറിച്ച് ഒരു കാര്യവും ഇതുവരെ ചെയ്യാത്ത നന്ദൻ എനിക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഇനി ഒരിക്കലും എന്നെ വിട്ടു പോകാൻ കഴിയില്ല എന്ന് ബെല്ല പറയുന്നത് കേട്ട് സന്തോഷമാവുന്നുണ്ട് പാപ്പനും കെവിനും. ഇസബെല്ലയുടെ ഈ ചതിക്കിണിയൊന്നും അറിയാതെ വീണ്ടും നന്ദനാണെങ്കിൽ അവളുടെ കയ്യിൽ വേറെ ഒരു കളിപ്പാവയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ദേവികയുടെ കയ്യിൽ നിന്നും ഫയൽ മിസ്സായ വിവരം മന്ത്രിസഭാതലത്തിലും അറിയുന്നുണ്ട്. അങ്ങനെ മന്ത്രി സിദ്ധാർത്ഥനെ വിളിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഫയലാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ദേവികയെ വിശ്വസിച്ചാണ് ഞാൻ ആ ഫയൽ ഏൽപ്പിച്ചത്. ഇവളെന്താ ഇപ്പോൾ ആ ഒരു ഫയലാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇവളെന്താ MLA അല്ലേ, അതോ MLAയുടെ ഡമ്മിയാണോ? ഒരു ഡമ്മി ആയിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. ഞങ്ങൾ കരുതിയത് സിദ്ധാർത്ഥൻ്റെ മരുമകൾ മിടുക്കിയാണെന്നാണ്. പക്ഷെ അവൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവളിപ്പോൾ ആരുടെയൊക്കെ കയ്യിലെ പാവയാണ്. അതുകൊണ്ടാണല്ലോ അവൾ സിദ്ധാർത്ഥനോട് പോലും ചോദിക്കാതെ പല കാര്യങ്ങളും ചെയ്തത് എന്ന് പറയുന്നത് കേട്ട് സിദ്ധാർത്ഥനാണെങ്കിൽ ഒന്നും മിണ്ടാനായിട്ട് കഴിയുന്നില്ല. ഫയല് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതായിട്ട് ഓർമ്മയുണ്ട്, പക്ഷേ അവിടെ ഒന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത് എന്ന് സിദ്ധാർത്ഥ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നന്ദൻ തന്നെയായിരിക്കും എടുത്തു മാറ്റിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കേട്ട സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, നന്ദൻ എന്തിനു മാറ്റണം? അവൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൻ അത് എടുക്കേണ്ട കാര്യമില്ല, തൻ്റെ മകനല്ലേ, ഇതിനപ്പുറവും ചെയ്യും എന്ന് മന്ത്രി പറയുന്നത് കേട്ട് സിദ്ധാർത്ഥന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. MLAയുടെ ആ ഒരു ഫയൽ കാണാതാവുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. ദേവിക ഇതുവരെ അഴിമതി നടത്തിയിട്ടുമില്ല. ഞാൻ കരുതിയത് അവൾ കൈക്കൂലി മേടിച്ചിട്ടായിരിക്കും KKക്ക് പ്ലാന്റേഷൻ്റെ അനുമതി കൊടുത്തതെന്നാണ്. പക്ഷേ അതൊന്നുമല്ല, ദേവിക ഒരു പാവമാണ്. എന്തായാലും ഫയൽ മിക്കവാറും അവൾ എവിടെയെങ്കിലും വെച്ച് മറന്നിട്ടാവും, അല്ലെങ്കിൽ കൈമോശം വന്നതാവും, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി പോയതായിരിക്കും. ഉറപ്പായിട്ടും അവൾ ആ ഫയൽ കണ്ടെത്തും എന്ന് പറയുമ്പോൾ, കണ്ടെത്തിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ MLAക്ക് രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടി വരും, അത് ഉറപ്പാണ് എന്ന് മന്ത്രി പറയുന്നത് കേട്ട് സിദ്ധാർത്ഥൻ ശരിക്കും ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. ഒന്നാമതേ ദേവിയയ്ക്ക് വീട്ടിൽ യാതൊരു സമാധാനവും ഇല്ല. അതിനിടയ്ക്ക് ഈ ഫയലിൻ്റെ പേരിൽ രാജി എങ്ങാനും വെക്കേണ്ടി വന്നാൽ അവൾ വല്ലാത്ത പ്രതിസന്ധിയിലായി പോകും എന്നൊക്കെ സിദ്ധാർത്ഥ ഇങ്ങനെ മനസ്സിലാലോചിച്ച് വല്ലാതെ തന്നെ ടെൻഷനാവുന്നുണ്ട്. പിന്നീട് ദേവിക ചന്ദ്രമതിയെ കാണാനെത്തുന്നു. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ ദേവിയയ്ക്ക് എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരാശ്രയം എന്ന് പറയുന്നത് ചന്ദ്രമതി മാത്രമാണ്. അപ്പോൾ എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമതി പറയുന്നുണ്ട്, നീ സൂക്ഷിക്കണം മോളെ, ഞാൻ പറഞ്ഞില്ലേ മിക്കവാറും ഫയൽ എടുത്തത് നന്ദൻ തന്നെയായിരിക്കും. കാരണം അവനിപ്പോൾ മറ്റൊരു വഴിയിലാണ് നടക്കുന്നത്. ആ ഇസബെല്ല എന്ന് പറയുന്നതിൽ നിങ്ങളുടെ കുടുംബം തകർക്കാൻ വന്നവളാണ്. അവളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പലതവണ പറഞ്ഞതല്ലേ. അവൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെല്ലാം ചന്ദ്രമതിയും പറയുന്നുണ്ട് കേട്ടോ ദേവികയോട്. തുടർന്ന് ഫയൽ നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും അത്രയും വിശ്വസിച്ച് CM എന്നെ ഏൽപ്പിച്ച ഫയലാണിത്, ചിലപ്പോൾ എനിക്ക് രാജിവെച്ച് അന്വേഷണവും നേരിടേണ്ടി വന്നേക്കാം. ചെയ്യാത്ത തെറ്റുകൾക്കാണ് ഓരോ കാര്യങ്ങളിലും സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ എല്ലാത്തിനും അച്ഛൻ കൂടെയുണ്ട് എന്നുള്ളതാണ് ഏക സമാധാനം. ഫയൽ മിസ്സായതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ അച്ഛൻ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മനസ്സിലെ ആശങ്കകളെല്ലാം ചന്ദ്രമതിയോട് തുറന്നു പറയുകയാണ് കേട്ടോ ദേവിക ചെയ്യുന്നത്.
എന്തായാലും ദേവികയോട് ഇപ്പോഴും മനസ്സിൽ ഒരുപാട് സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന നന്ദൻ അവൾക്കൊരു പ്രതിസന്ധി വന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറന്ന് ദേവികയുടെ മുന്നിൽ മാപ്പ് ചോദിച്ച് ഫയല് തിരികെ ഏൽപ്പിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല ദേവികയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകാനായിട്ട് സിദ്ധുവും അനുവദിക്കില്ല. നന്ദൻ തന്നെയായിരിക്കും ഫയല് മിസ്സായതിൻ്റെ പിന്നിൽ എന്ന് സിദ്ധുവിനും ഇപ്പോൾ ഒരു സംശയമുള്ളതുകൊണ്ട് തന്നെ നന്ദുവിനിട്ട് രണ്ട് പൊട്ടിച്ച് സിദ്ധു തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായി. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്